അപ്പോൾ സ്വന്തം ചാനല് അടിച്ചു മാറ്റിയൊരു ഉമ്മാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തുമണീസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം കേട്ടോ. അടിപൊളി വീഡിയോസാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് മീറ്റപ്പാണ്. പല മീറ്റപ്പുകളും ഞങ്ങൾ യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ക്രിയേറ്റീവ്സ് കളക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു യൂട്യൂബിൻ്റെ സ്പെഷ്യൽ മീറ്റപ്പിൽ ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് നമ്മൾ 3 മണിക്ക് എണീറ്റിക്കണ്. അപ്പോൾ തുടങ്ങി ഒരുക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് 4:30 ഉള്ള ട്രെയിൻ ഉണ്ടായിരുന്നു, അതിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയ്യിൽ ഒരു സീല് ചെയ്തിട്ടുള്ള ഒരു റിങ് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടാണ് ക്രിയേറ്റേഴ്സിന് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. അത് അവിടെ നിന്ന് നമ്മളെ ചാനലിൻ്റെ ഒരു മെയിൽ വരും നമുക്ക് യൂട്യൂബിൽ നിന്ന്. ആ മെയിലിൻ്റെ ഒരു കോഡ് ഉണ്ടാവും, അത് നമ്മളവിടെ കാണിച്ചു കൊടുക്കണം. എന്നതിന് ശേഷം നമുക്കിതുപോലെ കയ്യിൽ നമുക്ക് ഇങ്ങനെ കെട്ടിത്തരും, ബ്രേസ്ലെറ്റ് പോലെ. പിന്നെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹാളിലെത്തി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ബാക്കി പാർട്ട് 2 ആയിട്ട് വേറൊരു വീഡിയോസ് ഇടാം. അന്ന് ചില നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമുക്കത് ബോറടിക്കില്ല കേട്ടോ. അത്രയും നല്ല രസമാണ്. നമുക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഹാളിലെത്തിയപ്പോൾ അത് പൊന്നൂസ് വ്ളോഗാണ് ഇവിടെ നിന്നിട്ട് ഞാൻ പരിചയപ്പെട്ടത്. ഇതിലും കൂടി വന്ന് ഹായ്. ഹായ് പറയടോ, എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാളി. പറഞ്ഞോ താങ്ക് യു. പിന്നെ ഈ പ്രോഗ്രാമിന് ആന്ധ്രാപ്രദേശ് നിന്നും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ബാംഗ്ലൂർ, അതിനിടയിലുള്ള എല്ലാ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് ഇവിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്കുള്ള സ്നാക്സും കാപ്പി ചായ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങൾ നാസ്ത കഴിച്ചിട്ടാണ് വന്നിരുന്നത്. ഇവർ ഇടുക്കി അങ്ങനെ എന്തോ സ്ഥലമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഇവർ രണ്ടാളും അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു ഞാൻ. പിന്നെ നമുക്ക് ഫുഡ് അതിൽ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ അലർജി ഏതൊക്കെ ഫുഡിനാണ് അലർജി എന്നൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അറിയാം അവിടെ ഉണ്ട് എന്നുള്ളത്. എന്നാലും നമ്മൾ നാസ്ത കഴിച്ചിട്ട് വന്നത് എന്നാണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വെറൈറ്റി സ്നാക്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ രസമല്ലേ? അടിപൊളി ഐറ്റംസ് ആണ്, പറയാൻ വേണ്ട. ശരിക്കും നമ്മൾ നെട്ടിച്ചു സന്തോഷമായി. നമ്മളിപ്പോഴും യാത്ര ചെയ്തതിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടാം. അറിയാൻ വയ്യ, വായ മൊത്തം കേൾക്കാം. അപ്പോൾ സ്നാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിരുന്നു, നല്ല ഇഷ്ടമായി. ചായ അതുപോലെ തന്നെ കാപ്പിയും ഒക്കെ. ഇവിടെയുള്ള കുറേ പുതിയ ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ കുറേ കണ്ട് എല്ലാവരും നമ്മളോട് വളരെയധികം നല്ല രീതിയിലാണ് ഇടപെടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഇതൊക്കെ ഫ്രണ്ട്സായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ നമുക്ക് എടുത്താൽ അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ, നമ്മൾ അതിനകത്ത് ആൾക്കാരും നമ്മളെ ഫ്രണ്ട്സായി. എന്തുകൊണ്ടാ അത് നമ്മൾ അറിയാത്ത ആളാണ്. ഇതിപ്പോൾ ഒരു പുതിയ കുട്ടാട്ടാ, നമ്മൾ തൊട്ടടുത്താണ്. പക്ഷെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അതാണ് യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ബാക്കി പറയാം. ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാനൽ നെയിമൊക്കെ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും ചാനൽ നെയിം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേര് ഇങ്ങനെ നോക്കി വരികയാണ് ചാനൽ നെയിം. അപ്പോൾ അവിടെ കണ്ടു ആരിഫാന്ന്. അപ്പോൾ ആരിഫ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഷോർട്ടായിട്ട് മലപ്പുറം ആരിഫാന്ന്. അപ്പോൾ ഞാനത് റൗണ്ട് ഇട്ട് വെച്ചതുണ്ട്, അത് ഞാൻ ഷോർട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ ബാക്കി ഇവിടെയൊക്കെ പുകയാണ്. അപ്പോൾ അത് വോയിസ് അത്രയും ക്ലിയറായിട്ട് കിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വോയിസ് പറഞ്ഞിരുന്നു, ക്ലിയറായിട്ട് കിട്ടില്ല. ഈ സമയത്തൊന്നും ഇക്കല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇക്ക പുറത്താണ് കേട്ടോ. അപ്പോൾ ഇക്ക വന്നിട്ടില്ല, ഇക്ക വരുന്നുണ്ട്. ഇത് അനിത ടേസ്റ്റി കോർണർ.
അപ്പോൾ അനിതനോട് വെച്ചിട്ട് നേരിട്ട് കാണാനായി. അനിത കൊച്ചി തന്നെയാണ്. അനിതയുടെ ചെറിയൊരു വീഡിയോസ് എടുത്തിരുന്നു കേട്ടോ, അതൊക്കെ പോയി നമ്മുടെ ചാനലിനോട്. പിന്നെ എൻ്റെ പേര് റിൻസി ജോൺസൺ എന്നാണ്. റിൻസിസ് കിച്ചണിലാണ് എൻ്റെ ചാനലിൻ്റെ പേര്. പിന്നെ നമ്മളിവിടെ കൊച്ചിയിൽ താജിലൊരു പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടി കണ്ടാവും, എല്ലാവരും കാണുന്നില്ലേ. അപ്പോൾ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് എല്ലാവരും എത്തിയതാണ്. അപ്പം താങ്ക് യു. ഹലോ ഹായ് ഹായ്. അപ്പൊ മക്കളെ ഈ സീലുണ്ടാ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാട്ടോ. അതെല്ലാവർക്കും കിട്ടും. യൂട്യൂബാണ് സീൽ വെച്ചിരുന്നത്. ഇതൊക്കെ ആരാണ് ഈ ആളെന്ന് അറിയണ്ടേ? ഇതാ ഇക്കൊക്കെ പുറത്തല്ലേന്നാ. അങ്ങനെ പിന്നെ വന്നിട്ടോ അൽഹംദുലില്ലാ സന്തോഷായി. അപ്പൊ എന്തായാലും 4 മണിക്ക് റെഡിയാവാൻ തുടങ്ങി. 4 വക്കം 2 വക്കം 5 വക്കം 6 വക്കം ഒന്ന് പറയും. കിട്ടോ ഞാൻ 4 5 ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്നതിൽ കുറെ പോലെ ഇല്ല, നല്ല സുന്ദരിയല്ലേ ഇതിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളുടെ പേരെന്തായിരുന്നു? ആരിഫ. ആരിഫ തന്റെ ചാനലൊക്കെ അടിപൊളിയാണ്. ആദ്യം തന്നെ പച്ചക്കള്ളം പൊളിഞ്ഞു വെക്കണം. അടിപൊളി ആയിരിക്കും എന്ന് ഊഹിച്ചു. ഊഹം തന്നെ തെറ്റാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ അടിപൊളിയല്ല. ചാനൽ അടിപൊളിയാണ്, ഭയങ്കര ആക്റ്റീവാണ്. ഏതാ ചാനല്? എന്റെ പേരെന്താണ്? ഹസീന. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടട്ടെ. കുറേ ആൾക്കാർ പരിചയപ്പെടും. ഏതാ ചാനല്? നിനക്കുണ്ടോ ചാനല്? നിനക്കും ഇല്ലേ ചാനല്? അപ്പൊ സ്വന്തം ചാനല് അടിച്ചു മാറ്റിയൊരു ഉമ്മാണ് എനിക്ക് കേട്ടോ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക, അതിന് ശേഷം അല്ല അത് എന്താണെന്നറിയോ, അത് ഇന്നെക്കാളും മുന്നിലേക്ക് അവള് പോയാലോ എന്നുള്ളൊരു തോന്നല് കൂടുതലുണ്ട്. പോയാലോ ഞാൻ അടുത്തുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ആക്റ്റീവ്. നീ കൊടുക്കരുതായിരുന്നു കാണിച്ചു കൊടുക്കണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. പാവല്ലേ, അത് സൂപ്പറായി കളിക്കിട്ടാ.